പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അഞ്ജലിയെ കൊല്ലാൻ ശ്രമിച്ചത് താനാണ് എന്നുള്ള കാര്യം ഒടുവിൽ ശ്രുതിയെ ചെന്ന് കണ്ട് സമ്മതിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്യാം. മാത്രവുമല്ല, ഇനിയും താൻ അങ്ങനെ ചെയ്യുമെന്ന് വ്യക്തമാക്കുന്ന ശ്യാം ശ്രുതിയെ സ്വന്തമാക്കുക മാത്രമാണ് തന്റെ ആഗ്രഹമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ശ്രുതിയെ സ്വന്തമാക്കുന്നതിനു വേണ്ടി അഞ്ജലിയെ മാത്രമല്ല, താൻ വേണമെങ്കിൽ അശ്വിനെയും കൊല്ലുമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്ന ശ്യാം അത്രയധികം തനിക്ക് ശ്രുതിയെ ഇഷ്ടമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ശ്രുതിയാകെ ഞെട്ടിപ്പോവുകയാണ്. പക്ഷേ തന്നെ ഇനി സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്നും തനിക്ക് ശ്യാമിനോട് വെറുപ്പ് മാത്രമാണ് ഉള്ളത് എന്നും ഒടുവിൽ വ്യക്തമാക്കുന്ന നമ്മുടെ ശ്രുതി, അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്താലും എനിക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവോയ്ഡ് ചെയ്ത് പോവുകയാണ്. ഈ കാര്യം അംഗീകരിക്കാൻ ശ്യാമിന് സാധിക്കുന്നുമില്ല. പക്ഷേ ഇതേ തുടർന്നാണ് അഞ്ജലിയുടെ അപകടത്തിന് കാരണം ശ്യാമ് തന്നെയാണ് എന്നുള്ള സത്യം നമ്മുടെ അശ്വിൻ മനസ്സിലാക്കുന്നത്. ഇതോടെ അശ്വിൻ ശ്യാമിനെ ചെന്ന് കാണുകയും ശ്യാമിനെ തല്ലാൻ കൈയോങ്ങുകയും ചെയ്യുന്നു. പക്ഷേ തന്നെ തല്ലിയാൽ അഞ്ജലി അറിയുമെന്നും അഞ്ജലി അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അശ്വിൻ വീണ്ടും ശ്യാമിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.